അത് വൈകുന്നേരം പക്ഷെ പറഞ്ഞു ഈ നിൽക്കുന്ന പിന്നെ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറല്ല, ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹവും പത്രപ്രവർത്തകനാണ്. ഇദ്ദേഹവും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനാണ്. ഞങ്ങൾ ആണ് വേണ്ടത്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിക്കില്ല, നമുക്കൊരു ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിപ്പിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തിച്ചു പപ്പുവേട്ടൻ. അങ്ങനെയാണ് പപ്പുവേട്ടനായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്. ബന്ധം ഈ മാളച്ചേട്ടനെ കാസ്റ്റ് ചെയ്യൽ വഴിയായിട്ടാണ് പപ്പുച്ചേട്ടനുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. ഞാൻ മദ്രാസിൽ ഞാൻ തിരക്കുള്ള ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ നമ്പർ 2 ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്, അതായത് പിന്നെ പ്രസാദ് സ്റ്റുഡിയോയുടെ നേരെ എതിരെ, രാജുവിനൊക്കെ അറിയാം, അതിൻ്റെ എതിരെയുള്ള വഴി ചെന്നിട്ട് റൈറ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റ് തിരിച്ച് വലിയൊരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സിനിമാക്കാർ താമസിക്കുന്ന, ഫോർ എക്സാമ്പിൾ ബാലു മഹേന്ദ്രൻ എൻ്റെ വീട്ടിൻ്റെ നേരെ എതിരെ. എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ആർട്ടിസ്റ്റാണ് താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഭാനുപ്രിയ, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊരു ആർട്ടിസ്റ്റ്, നേരെ എതിരെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ ചിദംബരനാഥ് സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ രാജാമണി, അതിൻ്റെ അപ്പുറത്ത് പപ്പുവേട്ടൻ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ രതീഷ്, നടൻ രതീഷ്. ഇങ്ങനെ ഒരു സംഘം താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ സോഡ ചിലവാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്.